ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോല കിച്ചണിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ബീഫും കൂർക്കയും കൂടി ചേർത്തിട്ടുള്ള ഒരു ഉലർത്താണ്. വളരെ ടേസ്റ്റി ആയിട്ട് ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. ബീഫ് എടുക്കുമ്പോൾ കുറച്ച് നെയ്യുള്ള ബീഫ് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. കൂർക്കയും ബീഫും കൂടിയൊക്കെ വെക്കുന്ന സമയത്ത് നെയ്യ് കുറച്ചുണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പം അതനുസരിച്ച് നോക്കിയിട്ട് മാത്രം ബീഫ് എടുക്കുക. അപ്പോൾ കുറച്ച് നെയ്യുള്ള ബീഫ് നോക്കി എടുക്കണേ. ബീഫിൻ്റെ അത്രയും വേണ്ട കൂർക്കയുടെ അളവ് അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഞാനിവിടെ എടുത്തിട്ടുള്ളേ. തൊലിയെല്ലാം കളഞ്ഞ് ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ കളറ് മാറത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്. ബീഫിന് വേവ് കുറച്ച് കൂടുതലായതുകൊണ്ട് ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് കഴുകിയെടുക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വിനേഗറോ അതല്ലെങ്കിൽ നാരങ്ങാനീരോ ചേർത്തിട്ട് കുറച്ച് സമയം ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇറച്ചിയുടെ ഉളുമ്പുമണം എല്ലാം പോകും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ കഴുകിയെടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ്, 5 ചെറിയുള്ളി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി, ഒരു 5 വെളുത്തുള്ളി അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ബീഫിന് കുറച്ച് വേവ് കൂടുതലുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി ബീഫിൽ നിന്നും കൂടി കുറച്ച് വെള്ളവും കൂടി ഇറങ്ങും. ഒരല്പം വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ബീഫിന് നല്ല വേവുള്ളതാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളത്തിലേക്ക് ഇറച്ചി കഷ്ണങ്ങൾ താഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള 5 വിസിൽ മീഡിയം ഫ്ലെയിമിലുമാണ് ഞാൻ വേവിച്ചെടുക്കാൻ എടുക്കുന്നത്. അതിനുശേഷം തുറന്നു നോക്കിയിട്ട് ബീഫ് നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ വിസിലടുപ്പിച്ച് ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് മസാലയൊന്ന് അരച്ചെടുക്കാം. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നിറച്ചെടുത്തിട്ടുണ്ട്. കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാശ്മീരി മുളകാണ് കേട്ടോ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണേ. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണേ. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ലാസ്റ്റ് വെളിച്ചെണ്ണ ചേർക്കുന്നില്ല. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം തന്നെ കടുക് പൊട്ടിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം കടുക് പൊട്ടിക്കുന്നില്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്താൽ മതിയേ. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം പൊട്ടിക്കഴിയുമ്പോഴേക്കും 2 പച്ചമുളക്, മീഡിയം സൈസ് ഇഞ്ചി, ഒരു 6 വെളുത്തുള്ളി, ഇത്രയും അരിഞ്ഞതാണ്. വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ. ചെറുതാണെങ്കിൽ ഒരു 10-15 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാവേ. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ചേർക്കുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള ചേർത്ത് കൊടുത്താൽ മതി. ഒരു 2 വലിയ സവാള ചേർത്ത് കൊടുക്കണേ. ചെറുതാണെങ്കിൽ 4 എണ്ണം വരെ, മീഡിയം സൈസാണെങ്കിൽ 3 എണ്ണം വരെ ചേർത്ത് കൊടുത്തോണേ. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഒന്നും കൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം.
1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇറച്ചിയിൽ ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ അതനുസരിച്ച് വേണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് ആവി കയറി വരുന്നോടം വരെ അടച്ചു വെച്ച് കൊടുക്കാം. ആവി കയറിയിട്ടുണ്ട്. അടിയിൽ പിടിക്കാതെ നോക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ആ തക്കാളിയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് അലിഞ്ഞു ചേരണം. അതുവരെ നമുക്ക് വേവിച്ചെടുക്കണം. ലോ ടു മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതി. അടിയിൽ പിടിക്കാതെ നോക്കണേ. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അടിയിൽ പിടിക്കരുത്. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. നമ്മൾ ചേർത്ത സമയത്ത് ഒരുപാട് ഉള്ളിയൊക്കെ ഉള്ളതുപോലെ തോന്നിയിരുന്നു. അതങ്ങ് നന്നായിട്ട് ആവി കയറി വെന്ത് വരുമ്പോഴേക്കും കുറച്ചേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. ചെറിയുള്ളി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കറിക്ക്. അതുകൊണ്ടാണ് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി തന്നെ ചേർക്കാൻ പറയുന്നത്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലയില്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. മസാല ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ. ലോ ടു മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതി. ആ തക്കാളിയൊക്കെ നല്ലതുപോലെ ഇതിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മുടെ മസാലയിലേക്ക് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. ഒന്ന് തുറന്നു നോക്കാവേ. എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാവേ. ഇറച്ചിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇറച്ചിയിലുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കൂർക്കയും കൂടി ചേർത്ത് കൊടുക്കാം. കൂർക്ക നമ്മളിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളം ചേർത്ത് കൊടുക്കണ്ട. വെള്ളം കളഞ്ഞതിന് ശേഷം കൂർക്ക നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇറച്ചിയിൽ വെള്ളം കുറവാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ മസാല അരച്ച ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കൂർക്കയെല്ലാം നമുക്ക് ഈ ഇറച്ചിയിലേക്കൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. ആ ഇറച്ചിയിലെ നെയ്യും കൂർക്കയും എല്ലാം കൂടി ഇരുന്നിട്ട് ഒന്ന് വെന്ത് വരട്ടെ. ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. അടച്ചു വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല, അടിയിൽ പിടിക്കാനും പാടില്ല. നല്ലതുപോലെ ആവി കയറിയിട്ടുണ്ട്. തിളയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇളക്കി കൊടുക്കണം. കൂർക്കയൊക്കെ നല്ലതുപോലെ വെന്ത് വരണം കേട്ടോ. നമുക്ക് ഉപ്പൊക്കെ നോക്കാം. കൂർക്ക തീരെ ചെറുതായിട്ട് അരിഞ്ഞിടണ്ട, ഒരിത്തിരി വലുപ്പം വേണേ. നമ്മുടെ ഇറച്ചി കഷ്ണത്തിൻ്റെ ആ ഒരു വലുപ്പത്തിൽ തന്നെ കൂർക്കയും കിടന്നോട്ടെ. അല്ലെങ്കിൽ വെന്ത് കഴിയുമ്പം തീരെ അങ്ങോട്ട് അലിഞ്ഞു പോകും. ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് കുറവാണ്. ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് കഷ്ണങ്ങൾ എപ്പോഴും നമ്മുടെ ചാറിലേക്ക് താഴ്ത്തി വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ആ കഷ്ണത്തിലൊക്കെ നന്നായിട്ട് അതിൻ്റെ അരപ്പൊക്കെ പിടിച്ച് കിട്ടത്തുള്ളേ. കൂർക്ക നല്ലതുപോലെ വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കണ്ട. തണുത്ത് കഴിയുമ്പോൾ നല്ല കുറുകിയിരിക്കും കേട്ടോ. ഇനി നമുക്ക് തുറന്നു വെച്ച് കുറച്ചും കൂടി ചാറൊക്കെ ഒന്ന് പറ്റി വരട്ടെ. ഇറച്ചി നന്നായിട്ട് വേകണം. വെന്തില്ലെങ്കിൽ ഒരു 2 വിസിലും കൂടി അടുപ്പിച്ച് വേവിച്ചെടുക്കണം കേട്ടോ. കൂർക്കയും ബീഫും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ചാറൊക്കെ അത്യാവശ്യം നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. കൂർക്ക നന്നായിട്ട് വേകണം. ഈ ഇറച്ചിയിൽ തന്നെ കിടന്നിട്ട് വേണം കൂർക്ക വെന്ത് വരാനായിട്ട്. കൂർക്ക വേകുന്നോടം വരെ അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. ഞാൻ ഈ ഒരു ഗ്രേവിയിലാണ് എടുക്കുന്നത്. തണുത്ത് കഴിയുമ്പം ഇനിയും നന്നായിട്ട് കുറുകി ഇരുന്നോളും കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. എനിക്കിവിടെ ഉപ്പൊക്കെ കറക്റ്റാണ്. ഞാനിവിടെ ഒരുപാടങ്ങ് പറ്റിച്ചെടുക്കുന്നില്ല. ഈ ഒരു പാകത്തിനാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂർക്കയും ബീഫും കൂടിയുള്ള ഉലർത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കൂർക്കയും ബീഫും കൂടി ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കൂർക്കയും ബീഫും ഒക്കെ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്